ജോണേട്ട, കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ വലിയ ഭീഷണിയാണ് ഉണ്ടാകുന്നത്. അത് നാം പാലയിൽ കണ്ടതായിരുന്നു. പാല ബിഷപ്പിനെതിരെ നാർക്കോട്ടിക് ജിഹാദ് അദ്ദേഹം അതിനെക്കുറിച്ച് പരാമർശിച്ചു എന്ന് പറഞ്ഞ് വലിയ വിമർശനം ഉണ്ടാകുന്നു. പിന്നീട് എറണാകുളം നിർമ്മല കോളേജിലും ഇത്തരം വലിയ വിമർശനം, ഒരു നിസ്കരിക്കാൻ ചില വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കോളേജിനെതിരെ എല്ലാം വലിയ ഭീഷണി ഉണ്ടാകുന്നു. ഇപ്പോൾ പുതിയതായി കണ്ണൂരിൽ നിന്നും ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നുണ്ടല്ലോ, അതെന്താണ്? കണ്ണൂരിലെ കലോത്സവം, ഉപജില്ലാ കലോത്സവം, ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം നടക്കുമായിരുന്നു. ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം നടക്കുമ്പോൾ അവിടുത്തെ പള്ളിയിൽ, അതായത് തലശ്ശേരി രൂപതയിലെ പള്ളിമുറ്റത്തുള്ള സെന്റ് ജോർജ് ഹൈസ്കൂളിലും ചെറുപുഷ്പം UP സ്കൂളിലുമാണ്. പള്ളിമുറ്റത്തായിട്ടാണ് ഈ രണ്ട് സ്കൂളുകൾ. അപ്പൊ അവിടെ വന്നിട്ട് ഈ പള്ളിമുറ്റത്ത് നിസ്കരിക്കണം എന്ന ആവശ്യവുമായിട്ട് ഒരു വിഭാഗം മുസ്ലിം വിദ്യാർത്ഥികളും അധ്യാപകനും എത്തുകയായിരുന്നു. അപ്പോൾ പള്ളിമുറ്റത്ത് നിസ്കരിക്കണം ആ ആവശ്യമായിട്ട് എത്തിയപ്പോൾ അവിടുത്തെ വൈദികൻ പറഞ്ഞു ക്രിസ്ത്യൻ പള്ളിയുടെ മുറ്റത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് 2 മുസ്ലിം ആരാധനാലയങ്ങളുണ്ട്, അവിടെ പോയി നിസ്കരിക്കാൻ ഈ വൈദികൻ ആവശ്യപ്പെട്ടു. അവിടെ പോയി നിസ്കരിക്കാൻ പറഞ്ഞു. ഈ ആവശ്യവുമായിട്ട് അപ്പോൾ അവർ അവിടെ പോയില്ല. അതിനു പകരം നേരെ തൊട്ടിപ്പുറത്ത് കന്യാസ്ത്രീ മഠമുണ്ട്, അവിടെ ചെന്നിട്ട് കന്യാസ്ത്രീ മഠത്തിൽ നിസ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ആ ആവശ്യം സ്വാഭാവികമായിട്ടും കന്യാസ്ത്രീ മഠത്തിൽ നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കില്ലല്ലോ. അത് സമ്മതിക്കാതെ വന്നപ്പോൾ, അനുവദിക്കാതെ വന്നപ്പോഴത്തേക്കും ഭീഷണിപ്പെടുത്തി, അസഭ്യം പറഞ്ഞു. അതിനുശേഷം നമുക്ക് കുമ്പസാരക്കൂടുണ്ട്. കുമ്പസാരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പൊ ഈ കുമ്പസാരക്കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ ഉറാറ എന്ന് പറയുന്ന അപ്പൊ അത് ശുചിമുറിയിൽ ഈ സംഭവത്തിന് ശേഷം അതെടുത്ത് കക്കൂസിൽ കൊണ്ടു കളഞ്ഞു. അവിടെ ആ ഭാഗത്ത് CCTV ഉള്ള ദൃശ്യങ്ങൾ കുമ്പസാരക്കൂടിന്റെ ഭാഗത്ത് കിട്ടാത്തതുകൊണ്ട് ഇത് ആരാണ് എടുത്ത് കളഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. പക്ഷെ ഈ സംഭവത്തിന് ശേഷമാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നിരന്തരം ഈ ഒരു വിഷയമുണ്ട്. അത് മുസ്ലിം സമുദായത്തിലെ എല്ലാ ആളുകളും അത്തരം തീവ്ര നിലപാടുകളുള്ള ആളുകളല്ല. ഒരു ശതമാനം ആളുകൾ, അല്ലെങ്കിൽ ചെറിയൊരു ശതമാനം ആളുകൾ, അവരുടെ കണക്ക് കൂടി വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം കണ്ടെത്തി നിസ്കരിക്കാനാണ് വേണ്ടത്. പൂഞ്ഞാറിൽ അറിയാമല്ലോ, പൂഞ്ഞാറിൽ ഒരു പള്ളിയില് വൈദികനെ കൂട്ടത്തോടെ ആക്രമിക്കാൻ ശ്രമിച്ച കാറിടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അത് ഇതുപോലെയാണ്. ഈ സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, തുടർച്ചയായി ആവർത്തിക്കുന്നു. അപ്പൊ ഇവിടെയും സംഭവിച്ചത് അതാണ്. ഈ കലോത്സവത്തിന് വന്ന ആളുകൾ, അവർക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെങ്കിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തി അതിനുള്ള സൗകര്യമുള്ള ഏതെങ്കിലും മുറിയിലേക്കോ മറ്റോ മാറുക. നമുക്കറിയാം, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിലൂടെ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു വിഭാഗം ആളുകൾ വരുന്നു, അവിടെ പായൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ട് ആ സമയമാകുമ്പോൾ നിസ്കരിക്കുകയാണ്. അതോടെ ഈ വാഹന ഗതാഗതം മുഴുവൻ തടസ്സപ്പെടും. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ട്രെയിനുകളിൽ ഇതൊരു പതിവാണ്. ഉത്തരേന്ത്യയിലൊക്കെ ചെന്ന്, ഇവിടെ ഇല്ലെങ്കിൽ പോലും അങ്ങോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ട്രെയിനുകളിൽ അവിടെ നമ്മൾ ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ നടന്നു പോകുന്ന ആ സ്ഥലത്ത് ഇവർ നിസ്കരിക്കാറുണ്ട്. നിസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊന്നും അവനവന്റെ മതവിശ്വാസ ആചാരപ്രകാരം അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടാക്കാത്ത തരത്തിൽ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. എല്ലാവർക്കും ഇതിന് സമാനമായ വിവാദമായിരുന്നല്ലോ നിർമ്മല കോളേജിൽ. ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോൾ അതെ നിസ്കരിക്കാൻ മുറി വേണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മനഃപൂർവ്വം ചില വിഷയങ്ങൾ സമൂഹത്തിലേക്ക് ഏറ്റവും സമീപം തന്നെ ഒരു പള്ളിയും ഉണ്ട്. അന്ന് അവരും ഈ മാനേജ്മെന്റും പറഞ്ഞതാണ്, നിങ്ങൾക്ക് അവിടെ പള്ളിയിൽ പോയി നിങ്ങൾക്ക് നിസ്കരിക്കാം. അപ്പൊ അത് സമ്മതമല്ല. കോളേജിനകത്ത് തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. അപ്പൊ അത് മാനേജ്മെന്റിനെ സംബന്ധിച്ച് സമ്മതമല്ല. കാരണം നിസ്കരിക്കാൻ ഇതുപോലെ എല്ലാ സമുദായങ്ങളും ആവശ്യപ്പെട്ടു വന്നാൽ കോളേജിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അത് അവിടെ അതെ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രം ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെന്തായാലും പ്രായോഗികമല്ല. അപ്പം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കഴിയുമ്പോൾ ഇനി കോളേജ് വഖഫ് ഭൂമി എന്ന് പറയാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നാളെ ഇനി വന്നിട്ട് ഇത് വഖഫാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയാധാരമാവും. ഈ വഖഫ് അതൊരു ന്യായമായൊരു ചോദ്യമാണ്. ഇപ്പൊ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ
ഒഴിവാക്കാവുന്ന സംഭവങ്ങളാണ് ഇത്. അനാവശ്യ വിവാദങ്ങൾ വെച്ചാൽ തീവ്ര മനോഭാവത്തോടു കൂടി സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ള ഇത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇത്തരം സ്പർദ്ധ കുത്തിവെച്ച് വളർത്തിക്കൊണ്ടുവരികയാണ്. ഈ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾ വെറുക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ചിന്ത, അത് ഏത് മതത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞാലും അത് തെറ്റാണ്. മറ്റുള്ളവർ വെറുക്കപ്പെടേണ്ടവരാണ്, അവർ നമ്മളോടൊപ്പം സഹകരിക്കുക അല്ലെങ്കിൽ അവരുമായി മിണ്ടാൻ പോലും പാടില്ല ക്രിസ്ത്യൻ സമൂഹം എപ്പോഴും സമാധാന പ്രിയരാണ് അല്ലെ, അങ്ങനെ പറയാം. ഇപ്പൊ പക്ഷെ അവരിൽ ഇപ്പോ കാസയിലൂടെ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭീഷണി വരുന്നോണ്ടാണ് ഇതിനെ പണ്ടങ്ങനെ അതിനെ കാര്യമായി കണ്ടിരുന്നില്ല. പിന്നീട് ഇവിടെ നിന്നുള്ള ആളുകൾ ഈ പെൺകുട്ടികൾ ഉൾപ്പെടെ സിറിയയിലേക്കൊക്കെ കൊണ്ടുപോയി, മതം മാറ്റി സിറിയയിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോയി IS ചേർക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് പെൺകുട്ടികൾ പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇതിൽ ഒരു അപകടം ഒളിച്ചിരിപ്പുണ്ട് എന്ന് ഈ മതവിശ്വാസികൾക്കും വൈദികർക്കും ഒക്കെ മനസ്സിലായി തുടങ്ങിയത്. അത് മാത്രമല്ല, ഇങ്ങോട്ട് നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത് സമീപകാലത്തായി ഉണ്ടായ ചില വിഷയങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിന് ജാഗരൂകരായിരിക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിച്ചു. അത് ജാഗരൂകരായിട്ടിരുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വക്കപ്പിന്റെ ഭൂമിയാന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് പോകുന്നത് പോലെ പലതും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ബിഷപ്പുമാരുൾപ്പെടെ രംഗത്ത് വരികയും ലവ് ജിഹാദ്, കോടതി ലവ് ജിഹാദ് ഇല്ല എന്നാണ് പറഞ്ഞത്, ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള തരത്തിൽ ബിഷപ്പ് പറയുകയും പല കാര്യങ്ങളിലും ഇപ്പോ ഈ സമുദായത്തിനെ ക്രിസ്ത്യൻ സമൂഹത്തെ നാം കണ്ടതാണല്ലോ. പാലാ ബിഷപ്പ് ഒരു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം. അതിനുശേഷം വലിയ രീതിയിൽ ജിഹാദ് ഉണ്ടെന്ന് പറയുമ്പോഴതിനകത്ത് നമുക്ക് നോക്കൂ, പല കേസുകളിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് പുരുഷൻ. ഇപ്പുറത്ത് നോക്കുമ്പോൾ അതിനോടൊപ്പം പിടിക്കപ്പെടുന്നത് ഒരു ഹിന്ദു പെൺകുട്ടിയോ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയോ ആയിരിക്കും. അപ്പൊ എങ്ങനെ പോയാലും ഇതിനകത്ത് നമ്മൾ ആ കണക്കെടുത്ത് പരിശോധിക്കുമ്പം അത് സത്യമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ലഹരി കേസുകൾ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി, പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ എടുത്ത് നോക്കുമ്പോൾ ഈ അടുത്ത് ഡോക്ടർ ശ്രീകുട്ടിയുടെ സംഭവം പോലും പറയാം. ശ്രീകുട്ടി അതിനകത്ത് പെട്ടുപോയതാണ് എന്ന് ശ്രീകുട്ടിയും അമ്മയൊക്കെ പറയുന്നുണ്ട്. അതൊരു വാദത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അവിടെയും എതിർ സൈഡിൽ നിൽക്കുന്ന അജ്മലാണ്. അജ്മൽ 5 or 6 കേസുകളിലെ പ്രതിയാണ്, ക്രിമിനലാണ്. അയാള് ലഹരി ഉൾപ്പെടെ ഉള്ള കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിടിയിൽ അകപ്പെട്ട കുറ്റവാളിയാണ്. അപ്പൊ അയാള് ഇവരെ ട്രാപ്പിലാക്കിയതാണ് എന്ന് അത് ഡോക്ടറിന്. അപ്പം അത്രയും വിദ്യാസമ്പന്നയായ ഒരാളിനെ ട്രാപ്പിലാക്കണമെങ്കിൽ അതും ഇതൊക്കെ ചേർത്ത് വെച്ച് പറയുമ്പോൾ അതിനകത്ത് കാര്യമില്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ വർത്തമാനം പറയുമ്പോൾ തിരിച്ച് അതേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ തിരിച്ചു മറുപടി കൊടുക്കേണ്ടത്. അതില്ലാതെ വരുമ്പോഴാണ് ഇതുപോലെ ഇപ്പൊ നമുക്കൊരു ആശയത്തെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്, ആശയം കൊണ്ടാണ് നേരിടുന്നത്. ആ ആശയം ഇല്ലാതെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? ആശയം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ അസഭ്യത്തിലേക്ക് പോകും. നമുക്ക് പറയാനൊന്നുമില്ല, തിരിച്ചൊന്നും പറയാൻ അസഭ്യം, ഭീഷണി, അവസാന ഘട്ടത്തിൽ അക്രമത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഈ കുഴപ്പം വരുന്നത്. നമ്മൾ ചെയ്യുന്നതാണ് ശരി, നമ്മുടെ വിശ്വാസമാണ് ശരി, മറ്റുള്ളതെല്ലാം തെറ്റാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഇതെല്ലാം വേണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് പള്ളിമുറ്റത്ത് നിന്ന് നിസ്കരിക്കണമെന്ന് പറയും, അല്ലെങ്കിൽ കന്യാസ്ത്രീ മഠത്തിൽ ചെന്ന് നിസ്കരിക്കണമെന്ന് പറയും. അവിടെ വളരെ വിശുദ്ധമായി പരിപാവനമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നിടത്ത് എന്നാൽ പിന്നെ അടുത്ത് കക്കൂസിൽ കളഞ്ഞേക്കാം എന്ന് ആ രീതിയിലേക്ക് നമ്മുടെ ചിന്ത മാറും. അപ്പൊ അതൊക്കെ തീവ്രമായ സമീപനം അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിൽ, നമുക്കറിയാം ലോകത്ത് എല്ലായിടത്തും അത് നടക്കുന്നുണ്ട്, വിശ്വാസികൾക്കിടയിൽ ഒരാളിലേക്ക് അത് കുത്തിവെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടമാണ്. അതിൽ നിന്ന് പിന്നെ ആളിന് തിരിച്ചു വരാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. അവള് തുടക്കത്തിലൊക്കെ വളരെ നമ്മൾ സാധാരണ എങ്ങനെയാണോ ആളുകൾ ലോകത്തെ കാണുന്നത് ആ രീതിയിൽ കാണുകയും ചിന്തിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ആളായിരുന്നു. പിന്നീട് ഞാൻ കാണുമ്പോൾ വല്ലാത്ത മാറ്റം ഉണ്ടായി. ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് അവൾ വിശ്വസിക്കുകയാണ്. എന്നുവെച്ചാൽ മോശം കാര്യങ്ങളല്ല, ഇപ്പൊ സിനിമ കാണുന്നു അതൊരു തെറ്റാണ് എന്ന് വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നു, ഇതൊക്കെ തെറ്റാണ്, ഇതെല്ലാം ഇത് സ്വർഗം നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റില്ല. അപ്പൊ അവളെ പിന്നീട് ഞാൻ കാണുമ്പോൾ അവളുടെ വേഷമൊക്കെ മാറി ജീൻസൊക്കെ ഇട്ട് നടന്ന ആളാണ്. അപ്പൊ അതുപോലും തെറ്റാണെന്ന് പിന്നീട് അവള് പറയുകയാണ്, അതൊക്കെ തെറ്റാണ്, അതൊക്കെ ചെയ്യുന്നത് പാവമാണ് എന്ന് പറഞ്ഞിട്ട് വേഷമെല്ലാം മാറുന്നു. പിന്നീട് ഈ നമ്മളെപ്പോലുള്ള ആളുകളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, അവരുടെ മാത്രം സർക്കിളിൽ അവൾ ഒതുങ്ങിക്കൂടെ. ഇപ്പൊ എവിടാന്ന് എനിക്ക് അറിയത്തില്ല. അതിന് നല്ല കൂട്ടായിരുന്നു.
അപ്പൊ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ചേഞ്ച് ഉണ്ടാകുകയാണ്. ഇദ്ദേഹം വേറൊരു തരത്തിലുള്ള മനോഭാവമുള്ള ഒരാളായി മാറുന്നു. തീവ്ര മനോഭാവം. അതായത് പെൺകുട്ടി എത്ര നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, അവളിലേക്ക് പോലും അത് കുത്തിവെക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ, അത് IS-ലേക്ക് പോയവരെ കണക്കെടുക്കുമ്പോഴും വിദ്യാഭ്യാസം ഉള്ള ആളുകളെ അത് എങ്ങനെയാണെന്ന് ഒരു പിടികിട്ടുന്നില്ല കേട്ടോ. അപ്പൊ ഒരാളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ അങ്ങ് മാറ്റിയെടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മതസ്പർദ്ധ ഉണ്ടാക്കുക, മനഃപൂർവ്വം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിൽ ഇവർക്ക് ഒറ്റപ്പെടൽ നേരിടേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇതൊരു മഹത്തായ കാര്യമൊന്നുമല്ല, അത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവുകയുള്ളൂ എന്നുള്ളത് ചിന്തിക്കണം.